ഈ സ്കൂളിനകത്ത് അമ്മയുടെ കുറെ ചട്ടമ്പിത്തരം രാജ് ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് മണിയമ്പിള്ള രാജു. ഓക്കെ, അമ്മയുടെ സെയിം ക്ലാസ്മേറ്റ് ആണ്. അമ്മേന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. പുളിപടിക്കുമ്പോ സകല കൊസ്രാക്കൊള്ളി ഒപ്പിച്ചിരിക്കുന്ന രാജുവാണ്. ഞാൻ നല്ല കുഞ്ഞ, ഇദ്ദേഹം അങ്ങനല്ല. എന്നാ തിരിച്ചാണ് അമ്മ ഞങ്ങളോട് രാജ് ചേട്ടൻ പറഞ്ഞത്. എല്ലാവരോടും എൻ്റെ അടുക്ക ഞാൻ എൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചപ്പോൾ എൻ്റെ രണ്ട് മക്കളും മോനെ ഇന്ദ്രൻ്റെ ഒരു പത്രത്തിൽ എഴുതി. രാജു അതൊക്കെ എല്ലാവരോടും പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്തോന്ന് കാണിച്ചത് ഈ ഇമാതിരി പരിപാടി. അപ്പം എനിക്ക് മനസ്സിലായില്ല മോളെ എന്താണോ എന്തോ രാജു ഇമാതിരി പരിപാടി ഒന്നും വെച്ചോണ്ട് നടക്കരുത് കേട്ടോ. എന്തോ രാജു നിങ്ങളെന്തെങ്കിലും ഷഷ്ടിപൂർത്തിയാണോന്ന് ഇത്ര പരസ്യം കൊടുത്തത്? എൻ്റെ ഷഷ്ടിപൂർത്തിയാണ്, എനിക്ക് 60ാമത്തെ പിറന്നാളായിരുന്നു. ഇതല്ല അത് പിള്ളേരെ കണ്ട് എഴുതിയത് ഞാൻ കണ്ടില്ല. അതല്ല പറയുന്നത്, ഞാനിവിടെ 38 വയസ്സായെന്ന് പറയാൻ നടക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ 38, നിങ്ങൾക്ക് 60 പോകും. അല്ല, രായ്ചേട്ടൻ ഒരു അമ്മയ്ക്ക് വന്ന അമ്മയുടെ 50ാം വാർഷികം ആഘോഷിച്ചില്ലേ? ആ സമയത്ത് രായ്ചേട്ടന്റെ പ്രസംഗത്തിൽ ഞങ്ങൾ കേട്ടായിരുന്നു. അമ്മ ആയിരുന്നു രായ്ചേട്ടന്റെ ഏക ടാർജറ്റ്. രായ്ചേട്ടന് അമ്മയും, അമ്മ രായ്ചേട്ടനെ. മോളെ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കേട്ടോ. രാജു സുഗുണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇവർ രണ്ടിനും സാറ് പറഞ്ഞിട്ട് പോകും, ഇവിടെ ഒരു ഓമല്ലിയ ഈ സംസാരിക്കുന്നവരുടെ പേര് എഴുതി വെക്കണം. അയ്യോ സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കണ്ണിന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ തുടങ്ങും ഇവർ രണ്ടും കൂടെ. അയ്യോ ഭയങ്കര ഇത് പറത്തലും പിടിക്കലും ബഹളം അത് കൊട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ പേര് എഴുതും കേട്ടോ. പേര് നിങ്ങൾ എന്തോന്ന് എഴുതിക്കൂടെ എനിക്ക് പേടിയില്ല. ശരി എഴുതി വയ്ക്കും. ഒരു ദിവസം സാറ് എന്നും പേര് സംസാരിച്ചോണ്ടില്ല. ആദ്യം സുധീർ കുമാറും സുഗുണനും ആണ്. ഇതെന്താ ഇങ്ങനെ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കല്ലേ സാറേ ഞങ്ങൾ സമ്മാനമൊന്നും കൊടുക്കില്ല. ആയിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ല ഈ മൂട്ടിലൊക്കെ റബ്ബറൊക്കെ വെച്ച് അകലത്ത് പെൻസിലേ ഞാൻ കണ്ടിട്ടില്ല ഒക്കെ കൊടുക്കും സാറേ. അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കും. അതുകൊണ്ടാണ് എഴുതാത്തത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങളാണ് കൊള്ളാം. അന്നേരം ഒന്നും ചേച്ചി പറയത്തില്ല, പക്ഷെ വേറെ ആരുടെ പേരും എഴുതത്തില്ല. അമ്മ എന്റെ പേര് മാത്രമേ എഴുതുള്ളൂ. തിരിച്ചും നല്ലതല്ല പറയുന്നത്. അമ്മ അങ്ങോട്ട് പറഞ്ഞു രായ്ചേട്ടനായിരുന്നു ഏറ്റവും നോട്ടിയസ്റ്റ്. പക്ഷെ ആ ഒരു സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് ഒക്കെ ഭയങ്കര ഞങ്ങളൊക്കെ തന്നെ ആയിരുന്നു വലിയ കൂട്ട്. രായ്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രായ്ചേട്ടൻ ഫിലിമിലേക്ക് വന്നതിന്റെ ഏക കാരണവും മല്ലികാമ്മയാണ്. അത് ശരിക്കും ഞാൻ അതാ പറഞ്ഞത്, അമ്മയ്ക്കുള്ളൊരു ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ്. ഒരാളോട് ഒരു വഴക്കുണ്ടായാലും ആ ദേഷ്യം ഉള്ളിൽ വെച്ചിട്ട് നടക്കുക, അങ്ങനെ ഒരിക്കലുള്ള ഒരു അമ്മയല്ല ഇത്. അതേപോലെ രാജുവിനെ ശരിക്കും ഫിലിമിലേക്ക് ഫസ്റ്റ് ടൈം രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രായ്ചേട്ടനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ മണിയമ്പിള്ളയുടെ അനന്തഭദ്രം എടുക്കുമ്പോൾ അന്ന് ഇതുപോലെ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രാജു ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞു. അപ്പം ഞാനിത് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഇതിനകത്ത് സർപ്പമുണ്ട് പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനില്ല മണ്ണാർശാല മുമ്പിൽ താമസിക്കുന്ന ആളല്ലേ. ഞാൻ അവിടെ ചെന്ന് തൊഴുത് വലിയ സർപ്പബലിയൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയൊക്കെ നടത്തി. ഞാൻ പറഞ്ഞു ഭഗവാനെ എല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നു, ആർക്കും ഒരു അസുഖമോ അപകടമോ ഒന്നും വരുത്താതെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവരില്ലെന്ന് കേട്ടത്. അപ്പം ഞാൻ രാജുവിനടുത്ത് പറഞ്ഞു അമ്മയ്ക്കൊരു ഇതുണ്ടടാ, അമ്മ ഹരിപ്പാട്ടുകാരിയാ. ഹരിപ്പാട്ടുള്ള അമ്മ വിശ്വസിക്കുന്ന അമ്പലങ്ങളിൽ ചെന്നിട്ട് കാര്യമായിട്ട് അമ്മ കരഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ നടന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒരു 1.5 മാസം കഴിയുമ്പോൾ എല്ലാം രാജു തന്നെയാണ് എന്ന് പറഞ്ഞ് രാജു പോയി അഭിനയിച്ചു. അതാണ് അനന്തഭദ്രം.